ഓ പിന്നെ വിളിക്കാം. നമ്മളിന്ന് നമ്മുടെ അരിയപ്പുറത്ത് എന്ന സ്ഥലത്ത് വന്നിരിക്കുകയാണ്. ഇന്ന് പ്രത്യേകിച്ച് ഒരു കാരണമില്ലാതെ ഒന്നെയാണ് സത്യം പറഞ്ഞാൽ. ഉച്ച സമയമാണ്, ഉച്ച കഴിഞ്ഞ് 2-3 മണിയായി. ഞാനും എൻ്റെ കൂട്ടുകാരും ചീട്ടങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് ഒന്ന് പെട്ടെന്നൊന്ന് ആലോചിച്ച് ഒന്ന് ചുമ്മാ വീഡിയോ എടുത്താലോ എന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ശിവഗിരി മലയിലാണ്. താഴെ അരിപ്പുറമാണ്. നമ്മൾ മുകളിൽ പോവുകയാണ്. മുകളിലത്തെ ഈ ശിവഗിരി മലയുടെ ഫുൾ വ്യൂ ഒന്ന് കാണിച്ചു തരാനാണ് പോകുന്നത്. ഗൈസ്, ഇതാണ് നമ്മുടെ ശ്രീനാരായണ ഗുരു തപസ്സിരുന്ന സ്ഥലം. ഈ സ്ഥലം പണ്ട് ഇത്തെ പേര് കൊടുത്തോക്കിയ മല എന്നായിരുന്നു. ഇപ്പൊ അത് ശിവഗിരി മലയെന്ന് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഇത് ഇവിടുത്തെ വ്യൂ. കാണാമല്ലോ. ഒന്നും സത്യം പറഞ്ഞാൽ വലിയ വ്യൂ ഒന്നും ഇല്ല, അത് പറയാൻ പറ്റൂല. പച്ചപ്പ്, തണല്, നല്ല കാറ്റ് ഇതൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ വന്നിരിക്കാൻ വൈബ്. പിന്നെ ഇവിടെ അവരുടെ പേരൊക്കെ വന്ന് കുറെയൊക്കെ എഴുതിയിട്ടൊക്കെ ഉണ്ട്. ഓക്കെ, പറവ് ഏറ്റവും ഹൈറ്റ് കാണേണ്ട പറവ് ആർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെയാണ് നമ്മുടെ ഗുരുദേവൻ തപസ്സിരുന്ന സ്ഥലം. തപസ്സനുഷ്ഠിച്ച ഗുഹ. അകത്ത് കയറാൻ അല്പം പാടുള്ളതുകൊണ്ട് ഞാൻ അങ്ങോട്ടൊന്നും പോണില്ല. എന്തായാലും കണ്ടില്ല, ഇതുവരെ നമുക്ക് വന്ന് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു സാഹചര്യമാണ് നമുക്കത് കാണാൻ സാധിക്കുന്നത്. ഇതിന്റെ താഴോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ അങ്ങോട്ടൊന്നും പോണ്ട, അങ്ങോട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, നമ്മളപ്പോ താഴോട്ട് വന്നു. നമ്മളെ ഫസ്റ്റ് സത്യം പറഞ്ഞ തുടക്കത്തിന് വീഡിയോ എടുക്കേണ്ടായിരുന്നു, പക്ഷെ എടുക്കാൻ അവിടെ നിന്ന് എടുക്കാൻ കാരണം വന്ന് എടുത്ത വീഡിയോ എല്ലാം വോയിസിലെല്ലാം എക്കോ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും എടുക്കുന്നത്. അപ്പൊ ഇതാണ് ഗുരുദേവൻ വന്ന് സമാധി അനുഷ്ഠിച്ച സ്ഥലം. അല്ല, തെറ്റിപ്പോയി. സമാധി അല്ല, തപസ്സനുഷ്ഠിച്ച സ്ഥലം. അപ്പോ ഇതാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന ഹൈ വ്യൂ, അല്ലെങ്കിൽ ഓൾ ഓവർ വ്യൂ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് എക്സ്പീരിയൻസിനാണ് നിങ്ങൾ വരേണ്ടത്. ഇപ്പൊ സമയം ഉച്ച കഴിഞ്ഞ് 2-3 മണിയേ ആയിട്ടേ ഉള്ളൂ. നിങ്ങൾ വരേണ്ടത് 4-5 മണിക്കാണ്. എന്നാലേ ഇവിടെ നന്നായിട്ട് വ്യൂ ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ. നമ്മളപ്പോ സമയം പരിധി കൊണ്ട് നമ്മളിവിടെ എത്തി. ഇവിടെ പിന്നെ വലിയ റെസ്ട്രിക്ഷൻസ് അങ്ങനെയൊന്നും ഇല്ല, തണലുണ്ട്. നമ്മളപ്പോ നിൽക്കുന്നത് അരിപ്പുറത്തെ ശിവഗിരി മലയിലാണ്. അവിടുത്തെ വ്യൂ നോക്കാം. ഈ ഒരു വ്യൂ, മനോഹരമായ വ്യൂ കാണാനായിട്ടും ആസ്വദിക്കാനായിട്ട് നിങ്ങൾക്ക് ഇവിടെ വരാവുന്നതാണ്. ഇത് നെയ്യാറ്റിങ്കര എന്ന സ്ഥലത്തെ അരിപ്പുറം എന്ന ഒരു കൊച്ചു സ്ഥലത്തെ ഒരു വ്യൂ പോയിന്റ് ആണ്. അപ്പോ ഈ സ്ഥലത്ത് നിങ്ങൾക്ക് വന്ന് കാണാവുന്നതാണ്. എപ്പോ വേണമെന്ന് കാണാം. അരിപ്പുറമാണ് സ്ഥലം. നെയ്യാറ്റിങ്കരയിൽ ഉള്ള സ്ഥലമാണ് അരിപ്പുറം. അരിപ്പുറത്തെ ശിവഗിരി മല. ഓക്കെ, ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ പണ്ട് ഇത് മാത്രം ഉണ്ടായിരുന്നു. ഇപ്പൊ പുതിയതായിട്ട് ഉണ്ടാക്കിയ ബിൽഡിംഗ് ആണ് ഈ രണ്ടും. ഇവിടെ ഈ സംഭവം പിന്നെ എന്തൊക്കെയാണ്. പിന്നെ അവിടെ ഒരു ക്ഷേത്രം പോലെ കോമ്പൗണ്ട് കിട്ടിയിട്ടുണ്ട്. അതെല്ലാം ഇത് മൊത്തം. ഇത് പണ്ട് ഞാൻ മുമ്പ് ഒരു 6-7 വർഷം മുമ്പ് വന്നിട്ടുള്ളപ്പോഴും ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എനിക്ക് തോന്നുന്നു, ഒരു ഓർമ്മ മാത്രം. അപ്പോൾ നിങ്ങൾ വണ്ടിയിലാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 4 വീലർ നിങ്ങൾക്ക് വരുന്നതാണ്. ഈ വഴി വരുന്നത് നിങ്ങൾക്ക് അരിയപ്പുറവും മലയാമട്ട റോഡിന്റെ ഒരു ചെറിയൊരു ബൈ റോഡുണ്ട്. ആ റോഡ് വഴി കയറി വരുന്നതാണ് ഈ വഴി. നമ്മൾ താഴെ അവിടെ സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പ് കയറിയാണ് നമ്മൾ 3 പേര് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി താഴത്തെ അരുവി കാണാൻ പോകാം. നമ്മളെ ശ്രീനാരായണ ഗുരുവും ബാലസുബ്രഹ്മണ്യവും സംബന്ധിച്ച ഒരു പാറ ആണ്, അല്ലെങ്കിൽ പീഠം എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. പാറയാണ്. ഓക്കെ, ഇത് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഒരു ആർച്ചായിട്ടൊക്കെ കൊടുത്ത് നല്ല മിനുസമാക്കി നല്ല ഭംഗിയായിട്ട് പെയിന്റൊക്കെ എടുത്ത് കൊടുത്തിട്ടുള്ള സ്ഥലമാണ്. അതിലെന്തൊക്കെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് യൂട്യൂബിൽ വീഡിയോ പോസ്റ്റ് ചെയ്ത് കാണാൻ. ബാ ഫ്രണ്ട്സ്, നമ്മൾ വന്ന പടിയാണ് ഇതൊക്കെ. കയറി വന്ന് കുറച്ച് ദൂരമുണ്ട് താഴോട്ട് ഇറങ്ങാൻ. നമ്മളെ വണ്ടിയല്ല, 2 വീലേഴ്സ് എല്ലാം താഴെയാണ് ഇരിക്കുന്നത്. ഫ്രണ്ട്സ്, ഇവിടെ കുറെ മഞ്ചാടി കുരുവൊക്കെ ഉണ്ട്. തറയിൽ മൊത്തം മഞ്ചാടി കുരുവാണ്. ഇവിടെ മൊത്തം കാരണം മരമാണ്.
അവിടെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഇവിടെ വയ്ക്കുന്നു എന്തിനാണെന്ന് അറിയില്ല. ഒരു വലിയ ഹാളാണ്, ഒരു കൺവെൻഷനൽ ഹാൾ സെറ്റ് ചെയ്യുന്നതായിരിക്കാം. അപ്പൊ അതിനുള്ള ടൂൾസും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും അവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മള് ഇനി താഴോട്ട് പോവുകയാണ്. താഴോട്ട് ഒരുപാടുണ്ട്. വ്യൂ ഇപ്പം നമ്മളെ കാടാൽ മറഞ്ഞിരിക്കപ്പെട്ടിരിക്കുകയാണ്, അതുകൊണ്ടൊന്നും കാണാൻ പറ്റുന്നില്ല. എന്നാലും നമ്മുടെ ക്യാമറ കൊണ്ട് കാണാൻ പറ്റില്ല, ജസ്റ്റ് നമ്മളെ കണ്ണുകൊണ്ട് കാണാൻ പറ്റും. അങ്ങനെ ഓക്കെ പോവാം. ഫ്രണ്ട്സ് നമ്മള് കൈ കാണിക്കാൻ പറ്റും നോക്കി. നമ്മൾ അവിടെ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങി വന്നതാണ് നമ്മുടെ ഈ ശിവഗിരി മലയിൽ നിന്ന്. അവിടെ നിന്ന് നമ്മൾ അങ്ങോട്ട് അരിപ്പുറത്തോട്ട് ഇറങ്ങാൻ പോവുകയാണ്, അല്ലെങ്കിൽ അരുവി അല്ലെങ്കിൽ ആറോട്ട് പോകാൻ പോവുകയാണ്. അതിന്റെ അപ്പുറമാണ് നമ്മുടെ ശിവക്ഷേത്രം വരുന്നത്, അരിയപ്പുറത്തെ ശിവക്ഷേത്രം. ഓക്കെ, അപ്പൊ നമുക്ക് താഴോട്ട് പോകാം. ഇവിടെ ചെറിയ അമ്പലത്തിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അങ്ങോട്ടൊക്കെ നമുക്ക് പോവാം. പക്ഷെ നമ്മളെപ്പോഴും പോണ സ്പോട്ട് ഇതാണ്. ഇറങ്ങാം. ഇതാണ് നമ്മുടെ അരുവി അല്ലെങ്കിൽ ആറ്. നെയ്യാറാണ്, നെയ്യാറിന്റെ ഒരു ഭാഗം അല്ലെങ്കിൽ ഒഴുകി വരുന്ന ഒരു അരുവി എന്നൊക്കെ പറയാം. ഇവിടെയൊക്കെ ഇപ്പൊ വെള്ളത്തിലെ കുറവ്. ഇവിടെ വരെ കുളിക്കാൻ വരുന്ന സ്ഥലം തന്നെയാണ്. അവിടെയാണ് നമ്മുടെ ശിവക്ഷേത്രന്റെ ആറാട്ടുകട വരുന്നത്. ആ ഏരിയയില് അവിടെ സ്റ്റെപ്പും കാര്യങ്ങളും, അത് ക്ഷേത്രത്തിന്റെ അകത്തൂരാണ് ഈ സ്റ്റെപ്പ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് അറിയില്ല. പിന്നെ നമുക്ക് ഈ വഴി നമുക്ക് ഇറങ്ങാവുന്നതാണ്. ഇവിടെയൊക്കെ നമുക്ക് വരാം. അവിടെ ആൾക്കാർ കുളിക്കുന്നത് കാണാം. ഇവിടെ അത്ര ആഴമൊന്നുമില്ല, എന്നാലും ആഴങ്ങളുള്ള സ്ഥലങ്ങളുണ്ട്. ചില നല്ല പാറയാണ്, അതുകൊണ്ട് സൂക്ഷിച്ച് കുളിച്ചില്ലെങ്കിൽ പണി കിട്ടും. പിന്നെ നമുക്ക് അവിടെ ഇറങ്ങാം, കുഴപ്പമൊന്നുമില്ല. മഴ സമയത്തൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്കിവിടെ നല്ല വെള്ളം കയറും. അത് സത്യം പറഞ്ഞാൽ അങ്ങോട്ട് കാണിക്കും. ആ പടി മൊത്തം എല്ലാ പടിയും നിറഞ്ഞു കയറും, അത്രയ്ക്ക് ഹൈറ്റ്. എന്ന് വെച്ചാൽ ഒരു 2 ആളായിട്ട് വെള്ളം കയറുന്ന സ്ഥലം തന്നെയാണിത്. ഇപ്പൊ നല്ല വെള്ളം കുറവാണ്, കണ്ടില്ലേ, ഇത്രയും പാറയൊക്കെ ഉണ്ട്. അപ്പൊ ഇതാണ് ഇവിടുത്തെ സ്പോട്ട്. ഇപ്പോ ഒരു 3 മണി സമയമാണ് ഇവിടെ. അപ്പൊ അതിന്റെ ഒരു വെയിലാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. 4-5 മണിയൊക്കെ കഴിഞ്ഞാൽ ഇവിടുത്തെ ഡ്യൂട്ടി വേറെ ഒന്നാണ്. അപ്പൊ നല്ല ശാന്തം, സമാധാനം, കാല് കണക്കുക, ഒരു പീസ്ഫുൾ സ്ഥലം. ഇവിടെ ഓപ്പൺ ഏരിയ നിങ്ങൾക്ക് ഇവിടെ ഫുള്ളുണ്ട്, പാറ അങ്ങനെയൊക്കെയാണ്. നമ്മൾ ആ ഭാഗത്തൂടെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെ നല്ല തണലും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നോക്കിക്കോ. അങ്ങനെ ഇരിപ്പായി ഇവിടുത്തെ സ്ഥലം. നിങ്ങൾക്കതാ അവിടെ കാണാൻ സാധിക്കും, കണ്ടോ? അവിടെ ആരോ വരച്ച്, രാഹുലോ എന്തൊക്കെയാണ് പേര്, അല്ലേടാ? ശിവൻകുട്ടി അവിടെ അടുത്ത്. ഈ ഫോൺ വെള്ള തീറ്റല്ലേ, നാളെ അടുത്ത് കാലി വരും. ഇതേ പറ്റുള്ളൂ. കുളിക്കുകയാണെങ്കിൽ കുളിക്കാന്നൊക്കെ വരാം. പുറത്ത് വെച്ച് പതുക്കെ ഇറങ്ങി നിൽക്കുക. അടിച്ച് നീന്താൻ ഒന്നും പറ്റാത്ത അവസ്ഥയാണ്, കാരണം അങ്ങനത്തെ പാറ. പിന്നെ അങ്ങോട്ട് താഴോട്ട് പോകണം. താഴോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ചെയ്യാം. പിന്നെ നാണ്ട് ഇതേപോലെ പൊത്തൊക്കെ ഉണ്ട്. ഇതിൻ്റെ അകത്ത് അടിയിലൊക്കെ കാണും. ചില സ്ഥലത്തൊക്കെ ആഴമായിരിക്കും, ചില സ്ഥലത്ത് മൊത്തം പാറയായിരിക്കും. അതുകൊണ്ട് കാലൊക്കെ ചവിട്ടുമ്പോൾ കുത്തി ഇറങ്ങിയില്ലെങ്കിൽ അങ്ങനെയൊക്കെ പണിയിട്ടും. അങ്ങനത്തെ ഒരു ഡേഞ്ചർ സ്ഥലം. ഡേഞ്ചർ ഇല്ല, എന്നാലും ഡേഞ്ചർ. കാരണം പാറ അതെ, സൂക്ഷിച്ചില്ലെങ്കിൽ ഡേഞ്ചർ, അതാണ് ഉദ്ദേശിച്ചത്. നന്നൂന്റെ കാല് സൂം ചെയ്തെടുത്തല്ലേ പെണ്ണു. ഒരു കൊലുസ് കൂടി ഇട്ട് കൊടുത്താൽ മീൻ കാണാൻ പറ്റുമെന്തോ.
വേണ്ട അവിടെ നിന്നാണ് ആറാട്ടുകടവ് പടി ഇറങ്ങി വരുന്നത്. അങ്ങോട്ട് പോയാലോ ഫ്രണ്ട്സ്? ഇതാണ് അരിപ്പുറം ക്ഷേത്രം. ഇതാണ് നമ്മുടെ സ്പോട്ട്. ഇതിന്റെ താഴെയാണ് നമ്മൾ അരിപ്പുറം ആറ് വരുന്നത്. പിന്നെ അതിന്റെ മുകളിലായിട്ട് അവിടെ ആയിട്ടാണ് നമ്മുടെ ശിവഗിരി ക്ഷേത്രവും അല്ലെങ്കിൽ നമ്മൾ ശിവഗിരി മല അവിടെ പോയത്. അവിടെ നമ്മളെ വ്യൂ പോയിന്റ് ഒക്കെ കണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് കാണുക. ഇഷ്ടമായ നല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കുക നല്ല സ്പോട്ടാണ്. നിങ്ങൾ അവിടെ വന്ന് കാണണം. നല്ലൊരു ടൈം പാസ് സമയമാണ്. ഒന്നിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം 4 മണിക്ക് ശേഷം വരിക. അതായിരിക്കും നല്ല സമയം. ഇപ്പോൾ നമ്മൾ വന്ന ഒരു ടൈം ഒരു 3-2 മണി ആ റേഞ്ച് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പിന്നെ ക്യാമറ ലൈറ്റിംഗ് ഒക്കെ അല്പം മോശമായിരിക്കും. ഒരു തണുത്ത അന്തരീക്ഷമല്ല, ഇപ്പം ചൂടാണ്. അത് നമ്മുടെ സമയ പരിധി കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ വരാൻ കാരണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ വരിക. അപ്പോൾ നമ്മൾ വീഡിയോ അതിൻ്റെ ചെയ്യുക. നമ്മുടെ ചാനൽ ലൈക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ടാറ്റാ ബൈ ബൈ. വീടാണോ? കേരള വാട്ടർ അതോറിറ്റി. അതാണ് നമുക്ക് ദൂരെയുള്ള മല ഇവിടെ നിന്ന്. ഓക്കെ, എത്തിയല്ലേടാ? ഇതാണ് അരിയപ്പുറത്തിന്റെ മുകളിലുള്ള ക്ഷേത്രം. ഇവിടെ വ്യൂ പോയിന്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫോണിനെ എവിടെ തന്നെ സ്ക്രീൻ നിറഞ്ഞു. ഞാൻ ഇവിടെ ഫ്രണ്ട് വരേണ്ട ആവശ്യമില്ല. എന്താ ക്യാമറ അത്രേ ഉള്ളു. നല്ല കാര്യം. പള്ളി എന്താടാ? നമ്മളെ പറഞ്ഞ കേതായിരിക്കും വന്നത് ഈ സൈഡിൽ നടന്നിട്ട് അതാ ആറ്റിന്റെ സൈഡിൽ കൂടിയുള്ള റോഡ് പുറത്തുണ്ട്. ഈ സൈഡ് സൗണ്ട് കേൾക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ വ്യൂസ് വരുന്നത്. ഇതൊന്ന് കാണാം. ജസ്റ്റ് ഇവിടെ അരിപ്പുറത്ത് വരുമ്പോ കയറി കാണാം അല്ലേടാ? ആണോടാ JCB വെച്ച് വർക്കൊക്കെ ചെയ്യുന്നുണ്ട്. കാണാൻ പറ്റും. അവിടെ എന്തുണ്ട്? ആ സ്റ്റെപ്പ് വഴി പോകണം. പക്ഷെ അത് എപ്പോഴും അടച്ചിരിക്കും. ഇപ്പൊ തുറന്നു കിടക്കാൻ തോന്നും. ഓക്കെ, നമ്മള് ഇതില് തപസ്സിരുന്ന ഗുഹ. നമ്മൾ അങ്ങോട്ടാണ് പോകാൻ പോകുന്നത്. ശ്രീനാരായണഗിരി. താഴോട്ട് പോയി നോക്കാം. താഴോട്ട് പോയാൽ മുള്ളുകാരി കെട്ടിയിരിക്കുന്നു. ഇവിടെ ടവർ വയ്ക്കുന്നു. അതെന്താ എന്തോ പള്ളിയല്ലായിരിക്കും. ഒരു പിടുത്തമില്ല. വിശാലമായിട്ട് കിടക്കല്ലേ. കിലോമീറ്റർ ആണ് ഗുഹ. ഹെൽമെറ്റ് ഒരു കയ്യിൽ ക്യാമറ വെച്ച് ഇറങ്ങിയല്ലോ. ഇവിടെ വരെ ഉള്ളു. ഇതാണ് ഗുഹ. എനിക്ക് തോന്നി പാറയുടെ പുറത്തൊന്നും വീണാതായിരിക്കും. ഹെൽമെറ്റ് ഒന്നും എനിക്കൊന്നും ചിലപ്പോ ഇതായിരിക്കാം. ഓ, പിന്നെ വിളിക്കാം കുട്ടേട്ടാ. കുട്ടേട്ടാന്ന് വിളിക്കാം. പറവ് വാർത്തി എന്താന്തോ കുഞ്ഞു എന്തോ വീഡിയോ അവര് കണ്ടാല. ഹലോ, പറവു ആസി. കാണുകയാണെങ്കിൽ കമന്റ് ഇടുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുക. വലിയ കുഴിയുണ്ടോ ഇതിലാണ്? നീളമാണോ? എന്നാ ഇത് അടിയിൽ നല്ല സ്ഥലം. നട്ട വെയില് പോകുന്നത്.